ISM ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഷെറിൻ. ആയുർവേദ ചികിത്സ ഇന്നും നിങ്ങൾക്കും നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടട്ടെ. കാരണം ആയുർവേദത്തിൽ വിശ്വസിച്ച് ആയുർവേദ ചികിത്സ നേടുന്നവർക്ക് നല്ല നല്ല വ്യത്യാസങ്ങൾ എങ്ങനെ അവരെ മാനസികമായിട്ടും എല്ലാം എത്രത്തോളം മാറ്റം വന്നതെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇങ്ങനത്തെ ഒരു ചികിത്സാ സംവിധാനം വേണമെങ്കിൽ സമീപിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു സഹോദരൻ രാഹുൽ നമ്മുടെ പകുതിയോളം ചികിത്സകൾ ചെയ്തിട്ടുണ്ട്. ആ ചികിത്സയുടെ അനുബന്ധിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ അനുഭവത്തിൽ വന്ന് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. രാഹുൽ കൊട്ടിയൂരിൽ നിന്നാണ് വരുന്നത്. ഇതാണ് രാഹുലിൻ്റെ ഈ കൈയാണ്. ഈ കൈ ഒരു വാഹനത്തിൻ്റെ ഓവർ സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് വന്ന വാഹനം രാഹുൽ സഞ്ചരിച്ച വണ്ടിയായിട്ട് ഇടിക്കുകയായിരുന്നു. അപ്പം അത്രയും മോട്ടേറ്റ് കുറച്ച് സിറ്റുവേഷൻ കൈകാര്യം ചെയ്തു പോയി. അപ്പം അങ്ങനെ കൈകൾക്ക് നന്നായി പറ്റി. അത് ദൈവത്തിൻ്റെയും രാഹുലിൻ്റെ അച്ഛനും അമ്മമാരുടെയും പ്രാർത്ഥനയുടെ ഫലം. ആയുർവേദത്തിലൂടെ ആ കൈക്ക് പൂർണ്ണമായും ഒരു ചലനങ്ങൾ വരാൻ സാധിച്ചു. രാഹുൽ, എന്താണ് പറയാനുള്ളത്? കൈകൾ എങ്ങനെയുണ്ട് മോനെ? കൈകൾ അമർത്തി പിടിച്ചേ. ബലം പിടിച്ചേ. ഷെയ്ക്കാൻ്റെ തന്നെ. വെരി ഗുഡ്. കൈ പൊക്കിയേ. ഇതാണ് നമ്മുടെ രാഹുലിൻ്റെ മാറ്റങ്ങൾ. അത് ആയുർവേദത്തോട് ചേർത്ത് പിടിച്ച ഒരു മാറ്റങ്ങളാണ്. ഇനിയും കുറേ നല്ല മാറ്റങ്ങളാണ് അനുഭവത്തിൽ വരും. അതിനെ എക്സസൈസൊക്കെ ചെയ്ത് അതിൻ്റെ കൂടുതൽ ട്രീറ്റ്മെൻറ്റുകളും ഇനി വരുന്നുണ്ട്. അപ്പോൾ ഇത്രമാത്രം ഒന്നും മനസ്സ് വെച്ച് നിങ്ങൾ ടെൻഷൻ പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു അസുഖങ്ങളും നമുക്ക് മാറ്റാൻ പറ്റാതെയില്ല. കാരണം നിങ്ങളുടെ മനസ്സിന് ആയുർവേദം ഇഷ്ടമാണെങ്കിൽ, ആയുർവേദത്തോട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വിദഗ്ധരായ ആയുർവേദ ഡോക്ടർമാരെ സമീപിക്കുക. നിങ്ങൾക്ക് നമ്മുടെ ചികിത്സാ സംബന്ധമായിട്ട് അറിയണമെങ്കിൽ മാനന്തവാടിയിൽ ഡോക്ടർ N. സുരേഷ് കുമാർ ഡോക്ടർ ക്ലിനിക്കിലേക്ക് നിങ്ങൾ വരിക. അതിൻ്റെ ബുക്കിംഗ് നമ്പറും അതിൻ്റെ എല്ലാ സംബന്ധമായ വീഡിയോസും എൻ്റെ SM വ്ലോഗിലേക്കുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ലൈക്കും നിങ്ങൾ ഷെയറും ചെയ്യും. കാരണം നിങ്ങളുടെ ഓരോ ഷെയറിനും ഇതേപോലെ വേദനകൾ അനുഭവിച്ച് വീട്ടിൽ മാനസിക ടെൻഷനിൽ കഴിയുന്നവർക്ക് ഒരു ആശ്വാസമാകട്ടെ. ഓക്കെ, ബൈ, സി യു. ചൂടാണ്. രാഹുൽ ഇങ്ങനെയുണ്ട്. എന്തുണ്ട് വിശേഷം? സുഖം. എങ്ങനെയാണ് നമ്മുടെ ഇതുവരെയുള്ള ചികിത്സകൾ എങ്ങനെയുണ്ട്? പറയണ്ട. എങ്ങനെയുണ്ട്? എന്താണ് ഇപ്പൊ ഫീലിംഗ് വരുന്നത്? വെരി ഗുഡ്. ആദ്യം എന്തായിരുന്നു ഫീലിംഗ്? എങ്ങനെയുണ്ട് ഫീലിംഗ് ഫോർ യു?
തരിപ്പ് മാറി 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 വന്ന് ടൈറ്റിലേക്ക് വന്നു. എന്താ ആയുർവേദത്തോടുള്ള സമീപനം ഇങ്ങനെയുണ്ട്. ഇനിയും ഇതേപോലെ കുറേ മക്കൾ വേദനയും കൊണ്ട് വെക്കുന്നുണ്ട്. അവരോടൊക്കെ ആൾക്കാർ പറഞ്ഞു കൊടുക്കണം. ഒന്നും പേടിക്കേണ്ട, ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ആയുർവേദ ചികിത്സ എന്നും വ്യക്തിത്വമായിട്ടാണ് ഉണ്ടാവും. നല്ല വിദഗ്ധരായ സ്റ്റേഴ്സാറിനെ പോലുള്ള നല്ല വിദഗ്ധരായ ഡോക്ടേഴ്സിനെ കാണിച്ച് നല്ല രീതിയിലുള്ള ചികിത്സകൾ ക്രമേണ എടുക്കുക. അല്ലേ? എന്താ പറയാനുള്ള പറഞ്ഞു പറഞ്ഞു ആദ്യം എനിക്ക് പറഞ്ഞ ഇങ്ങനെ പിന്നെ മനസ്സിൽ ആയുർവേദത്തോട് ഇങ്ങനെ സമീപനം ആരാ പറഞ്ഞ ഇനി ആയുർവേദത്തിൽ പോയത് അല്ലേ? അച്ഛൻ അച്ഛനൊരു നല്ല കേട്ടോ. അച്ഛൻ്റെ പ്രാർത്ഥന, അമ്മയുടെ പ്രാർത്ഥന, പിന്നെ മോൻ്റെ മനസ്സ്, ധൈര്യം, ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റിനോടുള്ള അതൊരു വിശ്വാസം. ആ വിശ്വാസം ഭക്തി പോലെ നമ്മളൊരു ഭക്ഷണം കഴിക്കുന്ന ആരോഗ്യത്തോടെ നല്ല ശ്രദ്ധയോടുകൂടി നന്നായിട്ട് ആ ട്രീറ്റ്മെന്റിനെ ഇഷ്ടപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം സ്വീകരിച്ചുകൊണ്ടാണ് മോനിപ്പ ഈ കൈക്ക് വരുന്ന മാറ്റങ്ങൾ കേട്ടോ. വേറെ ഒന്നുമല്ല, അത് കുറച്ച് ഇപ്പം മൈസൂർ ദസറക്കൊക്കെ പോകണമെന്ന് പറഞ്ഞു. മോൻ തന്നെ ഉചിതമായ തീരുമാനം എടുത്തു. നമ്മുടെ കൈ ഉഷാറാക്കി നമുക്ക് എവിടെ ലോകത്ത് ഏത് ഭാഗത്തും പോകാം. നമ്മൾ ഉത്സവങ്ങളൊക്കെ നമുക്ക് ഇപ്പം എൻ്റെ എനിക്കൊന്നും ഒരു ഉത്സവം കൂടാനുള്ള ഇഷ്ടമില്ല. നമ്മുടെ ഇവിടെ വേദന നിന്ന് ആൾക്കാർ വരുമ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് തോന്നാറില്ല. കാരണം എത്രയോ നല്ല വേദന സഹിച്ചു വരുന്നവരുണ്ട്. അവരെ ആ മുഖം നമുക്ക് ചെറിയ റെസ്റ്റ് വരാൻ നമുക്ക് തോന്നില്ല. ആ സമയം അത് നമ്മൾ ഉചിതമായ ചികിത്സകളോടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട് മാത്രമാണ് അത് മാറുന്നത് കേട്ടോ. എല്ലാവരോടും കൂട്ടുകാരോടൊക്കെ പറയാം, ഒരു ആയുർവേദത്തിനോട് മടിക്കാതെ ആയുർവേദം ഇഷ്ടപ്പെട്ടിട്ടല്ല, ഒരാൾ പറഞ്ഞു കേട്ടിട്ടല്ല. ആയുർവേദ ചികിത്സ പറഞ്ഞറിഞ്ഞിട്ട് ആ ഡോക്ടറെ കണ്ട് നമ്മുടെ മനസ്സോടുകൂടി നല്ല മനസ്സോടുകൂടി സമീപിച്ചാൽ ആ അസുഖത്തിനെ നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ.